ലോക ഫുട്ബോളിന്റെ മഹാമാമാങ്കമായ ഫിഫ ലോകകപ്പ് 12-ന് അമേരിക്ക ന്യൂജേഴ്സിയിൽ തുടക്കമാകാനിരിക്കെ കിരീടം ഇത്തവണ ബ്രസീലിലേക്ക് മടങ്ങുമെന്നാണ് പ്രതീക്ഷയെന്ന് കേരള പോലീസ് ഫുട്ബോൾ ടീം മുൻ ക്യാപ്റ്റനും ചാലിശ്ശേരി GCC അക്കാദമിയുടെ ടെക്നിക്കൽ ഡയറക്ടറുമായ ശ്രീരാഗ് അമ്പാടി വെൽന്യൂസിനോട് പറഞ്ഞു. 2002 ലോകകപ്പാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ലോകകപ്പ് ഓർമ്മയെന്നും അദ്ദേഹം പറയുന്നു. അമ്പാടിയുടെ ആദ്യത്തെ ലോകകപ്പ് ഓർമ്മയിലുള്ളത് ഏതാ? എൻ്റെ വേൾഡ് കപ്പ് ഓർമ്മയിൽ വരുന്നത് എനിക്ക് 2002 വേൾഡ് കപ്പാണ്. ബ്രസീൽ ചാമ്പ്യൻസ് ആയത്, ജർമ്മനിനെ തോൽപ്പിച്ചിട്ട് ബ്രസീൽ ചാമ്പ്യൻസ് ആയ ഒരു വേൾഡ് കപ്പാണ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. ആദ്യത്തെ വേൾഡ് കപ്പ് എന്നുള്ള ഒരു ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വേൾഡ് കപ്പും ബ്രസീൽ അല്ലെങ്കിൽ ഫുട്ബോളിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയ ഒരു വേൾഡ് കപ്പ് കൂടിയാണ് അത് എല്ലാവരും കൂടി ഇരുന്ന് കണ്ടത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരു ഫുട്ബോളിൻ്റെ ഒരു ആവേശം ഉൾക്കൊണ്ടിട്ടാവും ചിലപ്പോൾ ഞാൻ കളി തുടങ്ങിയതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തത്. 2002 വേൾഡ് കപ്പാണ് എപ്പോഴും ഒരു ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു വേൾഡ് കപ്പ് എന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ബ്രസീൽ ജർമ്മനിയെ തോൽപ്പിച്ച കിരീടം നേടിയ ആ ഫൈനൽ ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നു. ബ്രസീലിന്റെ മനോഹരമായ സാമ്പ ഫുട്ബോളും കളിയിലെ ആവേശവുമാണ് തന്നെ ആ ടീമിന്റെ ആരാധകനാക്കിയതെന്നും ശ്രീരാഗ് പറയുന്നു. ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന താരം ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നും അദ്ദേഹം വ്യക്തമാക്കി. വേൾഡ് ഫുട്ബോളിൽ കുറച്ചും കൂടി ഞാൻ എപ്പോഴും ഒന്ന് ഫോക്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫോളോ ചെയ്യാന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഒരു ശൈലിയാണ്. ആളുടെ ഒരു ഹാർഡ് വർക്കും കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഫോളോ ചെയ്യണത്. മെസ്സി, നെയ്മർ അതൊക്കെ ഒരു വേറെ ഒരു ശൈലിയാണ്. അവരൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് പ്ലേയേഴ്സ് ആണ്, പക്ഷെ അവരൊരു വേറെ ഒരു ശൈലിയാണ്. ഞാൻ കൂടുതലും ഫോളോ ചെയ്യണത് റൊണാൾഡോന്റെ ഹാർഡ് വർക്കും കാര്യങ്ങളാണ്. കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം അവരുടെ റൊണാൾഡോന്റെ ആ ഒരു ലൈഫിന്റെ ഡിസിപ്ലിനും അവരുടെ ഹാർഡ് വർക്കും അവരുടെ വർക്കൗട്ടിന്റെ മെന്റാലിറ്റിയും ഫുട്ബോളിനുള്ള ഒരു അപ്രോച്ചും കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. അത് വളരെയധികം എൻ്റെ ലൈഫിലായാലും കുറച്ചൊക്കെ ഞാൻ ഫോളോ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഒരു ആരാധിക്കാന്നല്ല ഒരു ഇഷ്ടപ്പെടുന്നത് കുറച്ചും കൂടിയും റൊണാൾഡോ ആണ്. മറ്റേ മെസ്സിയുടെ ആയാലും നെയ്മറിന്റെ ആയാലും കളി വളരെയധികം ഇഷ്ടമാണ്. കാരണം ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളത്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഫോളോ ചെയ്യണത് റൊണാൾഡോന്റെ കാര്യങ്ങളാണ് കുറച്ചും കൂടി നമ്മൾ നോക്കിക്കാണുന്നത്. റൊണാൾഡോയുടെ അച്ചടക്കം, കഠിനാധ്വാനം, ഫിറ്റ്നസ്, പരിശീലനത്തിലെ ആത്മസമർപ്പണം എന്നിവ യുവതാരങ്ങൾക്ക് മാതൃകയാണെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. വരാനിരിക്കുന്ന ലോകകപ്പ് ഫൈനലിൽ ബ്രസീൽ കിരീടം നേടുമെന്നാണ് തന്റെ വിശ്വാസമെന്ന് ശ്രീരാഗ് ആത്മവിശ്വാസത്തോടെ പറയുന്നു. ഫുട്ബോൾ പാരമ്പര്യവും ആക്രമണാത്മക കളിശൈലിയും ബ്രസീലിനെ ശക്തരാക്കുന്ന ഘടകങ്ങളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയെക്കുറിച്ചും ശ്രീരാഗ് വ്യക്തമായ കാഴ്ചപ്പാട് പങ്കുവച്ചു. ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ നമ്മള് കുറച്ചും കൂടി അടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനൊരു തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് എന്തായാലും നല്ല നല്ല അക്കാദമികൾ വരണം, നല്ല നല്ല റെസിഡൻഷ്യൽ അക്കാദമികൾ വരണം. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി അക്കാദമികൾ ഉണ്ടെങ്കിലും ഒന്നും കൂടി പ്രൊഫഷണലിസം കൊണ്ടുവരാൻ എല്ലാ അക്കാദമികളും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾക്ക് ശാസ്ത്രീയവും പ്രൊഫഷണലുമായ പരിശീലനം നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. 5 വയസ്സ് മുതൽ ഫുട്ബോളിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനും 15 വയസ്സാകുമ്പോഴേക്കും ഉയർന്ന തലത്തിൽ മത്സരിക്കാൻ കഴിയുന്ന രീതിയിൽ അവരെ വാർത്തെടുക്കാനുമുള്ള സംവിധാനമാണ് രാജ്യത്തിന് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ചാലിശ്ശേരി ഹൈസ്കൂൾ മൈതാനത്ത് GCC ക്ലബിലൂടെ വളർന്ന ശ്രീരാഗ് അമ്പാടി 2003 ഐ ലീഗിൽ ചർച്ചിൽ ബ്രദേഴ്സിനായും 5 തവണ കേരളത്തിനായി സന്തോഷ് ട്രോഫിയിലും കളിച്ചിട്ടുണ്ട്. 2018 സന്തോഷ് ട്രോഫി ജേതാക്കളായ കേരള ടീമിലെ അംഗമായിരുന്നു അദ്ദേഹം. 2021-24 വർഷങ്ങളിൽ കേരള പോലീസ് ടീമിന്റെ ക്യാപ്റ്റനായും ശ്രദ്ധേയമായ സേവനം അനുഷ്ഠിച്ചു. 2025 കേരള സൂപ്പർ ലീഗിൽ ഫോർസ കൊച്ചിക്ക് വേണ്ടിയും ബൂട്ടണിഞ്ഞു. ഇഷ്ടം തോന്നി അങ്ങനെ ഒരു GCC ക്ലബിൽ കളിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നൊരു ഫുട്ബോൾ പ്ലെയറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ GCC ഫുട്ബോളിനെ ടൂർണമെന്റുകൾ കളിച്ചു തുടങ്ങി. സെവൻസ് ടൂർണമെന്റുകൾ GCCക്ക് വേണ്ടി കളിച്ചു തുടങ്ങി. അങ്ങനെയാണ് നമ്മളെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ. അതിൽ ഫുട്ബോളിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ കാരണം നമ്മളെ GCC ക്ലബ് തന്നെയാണ്. അവര് ഒരുപാട് ടൂർണമെന്റുകൾ കളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമുക്ക് കളിക്കാനുള്ള ഒരു ഭാഗ്യം തന്നു, കളിക്കാനുള്ള ഒരു അവസരങ്ങൾ തന്നതുകൊണ്ടാണ് നമ്മൾ ഫുട്ബോളിൽ വരാൻ പറ്റിയത്. നമ്മളെ നാട്ടിലെ തന്നെ ഷെഫീഖ് നമ്മളെ നാട്ടിലത്തെ ആൾ തന്നെയാണ്. ആള് എയർപോർട്ടിൽ വർക്ക് ചെയ്യണം. അങ്ങനെ CR7 റൊണാൾഡോനെ കാണും. അങ്ങനെ ഡയറക്റ്റ് ഒപ്പിട്ട് വാങ്ങിയ ജേഴ്സിയാണ് അത്. അവൻ നാട്ടിൽ വന്നപ്പോൾ അവൻ ആലോചിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അർഹത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫുട്ബോൾ ട്രെയിൻ ചെയ്ത് വരുന്നത് ഫുട്ബോൾ ഒരു ക്ലബ്ബ് എന്നുള്ള രീതിയിൽ നമ്മൾ GCC ആണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടും ഇവിടെ ഇരിക്കാനാണ് യോഗ്യത ഉള്ളത്. ഏറ്റവും യോഗ്യതയായ പ്ലേസ് ചാലിശ്ശേരിയിൽ ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സമ്മാനിച്ചതാണ്. GCC ഫുട്ബോൾ അക്കാദമി നമ്മൾ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ചാലിശ്ശേരി ഒരു ഇന്ത്യൻ പ്ലെയറെങ്കിലും വരണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഞങ്ങൾ ആരംഭിച്ചതാണ് GCC ഫുട്ബോൾ അക്കാദമി.
അതിൻ്റെ ടെക്നിക്കൽ ഡയറക്ടറാണ് ഞാൻ. ഇതിൻ്റെ അണ്ടറിൽ ഒരുപാട് കോച്ചസ് ഉണ്ട്, പ്ലേയേഴ്സ് ഉണ്ട്. നമ്മളെ നാട്ടുകാരെല്ലാവരുടെ സപ്പോർട്ടും കൂടിയിട്ടാണ് നമ്മൾ ഈ അക്കാദമി പോകുന്നത്. ഒരുപാട് പ്ലേയേഴ്സ് ഇപ്പോഴും കളിച്ച് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മളെ അക്കാദമിയിലൂടെ. നിലവിൽ GCC അക്കാദമിയുടെ ടെക്നിക്കൽ ഡയറക്ടറായി യുവതാരങ്ങളുടെ വളർച്ചയ്ക്കായി പ്രവർത്തിച്ചു വരികയാണ്. ലോകകപ്പിനോടനുബന്ധിച്ച് GCC അക്കാദമിയിൽ വിവിധ രാജ്യങ്ങളിലെ പേരിൽ കുട്ടികൾക്കായി സൗഹൃദ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ബ്രസീൽ, പോർച്ചുഗൽ, അർജന്റീന, ഫ്രാൻസ്, ജർമ്മനി, ഇംഗ്ലണ്ട് എന്നീ ടീമുകളായി തിരിഞ്ഞാണ് കുട്ടികൾ മത്സരിച്ചത്. ലോകകപ്പ് ആവേശം കേരളത്തിന്റെ ഓരോ ഫുട്ബോൾ ഗ്രാമങ്ങളിലും നിറയുമ്പോൾ ഒരു കളിക്കാരന്റെ അനുഭവങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ശ്രീരാഗ് അമ്പാടിയുടെ വാക്കുകളിലൂടെ പ്രതിഫലിക്കുന്നത്. വേൾഡ് കപ്പ് കേരളത്തിൽ എന്നും കേരളത്തിലെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആൾക്കാരായാലും ഫുട്ബോൾ പ്ലേയേഴ്സ് ആയാലും എന്നും വേൾഡ് കപ്പിന്റെ സമയം വളരെയധികം ആവേശം നൽകുന്നതാണ്. കേരളത്തിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ഭാഗത്തും ഫ്ലെക്സ് ആയാലും ആവേശമായാലും വേൾഡ് കപ്പിന്റെ ചർച്ചകളായാലും ടീമുകളുടെ തമ്മിലുള്ള ഫൈറ്റിംഗ് ആയാലും എല്ലാം വളരെയധികം നടക്കുന്ന ഒരു സ്ഥലമാണ് വേൾഡ് കപ്പ്. ഫുട്ബോളിനെ എന്നും ഒരുപാട് സ്നേഹിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം.